സംശയം കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോന്നറിയില്ല, എനിക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ജയിക്കും, ഉറപ്പാണ്. ഒരു 10,000-ന്റെ മേലെ വോട്ടിൽ ജയിക്കും. അല്ലെങ്കിൽ നമ്മളാരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. മുറകൂടി 2000 2000-ന്റെ മേലെ കുറ്റങ്ങൾക്ക് 2 ആൾക്ക് പോരാ. ഇനിയിപ്പോ അതിന് കേസെടുക്കാനൊന്നും പറ്റില്ല. സമയം കഴിഞ്ഞു, എക്സിറ്റ് പോൾ വന്നു. ഏത് കോടതിയിലും കയറാം, ഏത് ജഡ്ജിയും ആവാം, ഏത് വക്കീലും ആവാം, ഒക്കെ ആവാം. വക്കീലാകുമ്പോ ഒരു കാര്യമുണ്ട്, കള്ളന്നെല്ലാം പറയുന്നുണ്ട്. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ജോയി കള്ളം പറയുന്നല്ല ഞാൻ പറയുന്നുട്ടോ. ജോയി വക്കീലാവണം. കാരണം വക്കീൽ നമ്മളെ ആളുകൾ വക്കീലും കൂടി ആവട്ടെ. നമുക്കും നിയമം അറിയണ്ടേ, നിയമം പഠിക്കണ്ടേ. ജോയി വക്കീൽ പണ്ട് പോണില്ലാന്നാ തോന്നുന്നത്. പോയിട്ടില്ലാലോ. എന്നേക്കാൾ വയസ്സും പോലെ അത് കാണുമ്പോ എനിക്കൊരു വെറുപ്പുണ്ട്. പക്ഷെ എനിക്ക് വെറുപ്പ് ചെയ്യാനൊന്നും കാര്യമില്ലല്ലോ. ഞാൻ അള്ളക്കുട്ടിനെയും വീരാൻകുട്ടിയെ നമ്മുടെ KCR പോലത്തോരൊക്കെ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളായ കാലത്ത് സൈക്കിൾ ഓടിക്കുന്നതാണ്. ഓരൊക്കെ ഭാരവാഹികളായിരുന്നു. കുഞ്ഞുട്ടിയാക്കിയൊക്കെ മത്സരിക്കുന്ന സമയത്ത് 1970. അപ്പൊ അവിടെ നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മാറി പോവുള്ള നമ്മളെ തലമുറകൾ വളരെ നല്ലൊരു മാറ്റത്തിലേക്കാവുന്നു. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ക്ഷീണം പോലെ, ഒരു പ്രകൃതിയിലെ ഒരു വിഷമമുള്ളത് പോലെ അന്നുകളുണ്ടാവും. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ കല്യാണം കഴിക്കാണ്ടാകുക, കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരിക്കുക, സ്വർണ്ണപ്പീടിയിൽ നിന്ന് സ്വർണം കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള വിഷമങ്ങളുണ്ട്. അതേപോലെ മറ്റന്നാൾ എണ്ണാൻ പോകുന്നതിലും വിഷമങ്ങൾ ഉണ്ടായിരിക്കുന്നില്ലേ? എല്ലാവരും ചിരിച്ചിരുന്നോളി. ഈ പ്രാവശ്യം ഇവിടെ ഈ അനീതിക്കാരെ മാറ്റിക്കൊണ്ട് നീതി പാലിക്കുന്ന ഒരാൾ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നീതി പാലിക്കാത്ത ആളെ ഒരിക്കലും കൊണ്ട് വരില്ല. 15 കൊല്ലം MLA-യും മന്ത്രിയും ഭരണസമിതിയും ഒക്കെ ഉണ്ടായിട്ട് വികസനം നടത്താൻ പറ്റാത്ത ആളാണ് പറഞ്ഞത് ഞാൻ വികസനം നടത്തും എന്നെ ജയിപ്പിച്ചാൽ. ഈ ജനങ്ങളൊക്കെ എത്ര വിട്ടികളല്ലല്ലോ. ഒരു കാലത്ത് എഴുതാനും വായിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മാക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലേ. പക്ഷെ ഖുർആൻ നന്നായിട്ട് വായിക്കാൻ, അറബ് വായിക്കും ചെയ്യും. അന്ന് എന്താ വെച്ചാൽ മലയാളം ഇംഗ്ലീഷൊക്കെ പഠിച്ചാൽ കാഫറായി പോകുമെന്ന് പഠിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആയിരുന്നത്. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞില്ലേ, കോപ്പി അടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് ഇത്രയും കൂടുതൽ മാർക്ക് കിട്ടുന്ന, ഇത്രയും കൂടുതൽ കുട്ടികൾ ജയിക്കുന്നു എന്ന് പറഞ്ഞ അച്യുതാനന്ദന് മറുപടി കാണിച്ചു കൊടുത്ത മലപ്പുറം ജില്ലയാണിത്. നടേശൻ എന്ത് പറഞ്ഞു? വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. ഇപ്പൊ ചോദിക്കുമ്പോ പറയണില്ല, അങ്ങനെ മുഴുക്കെ പറയണില്ല. ഇപ്പൊ പൗതി എന്നാലും എനിക്ക് ഇഷ്ടം പിണറായി വിജയനെ തന്നെയാണ്. അദ്ദേഹം ഒരു നിഷ്പക്ഷവനായവനാണ് എന്നാണ്. എനിക്ക് യാതൊരു സംശയം കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോന്നറിയില്ല, എനിക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ജയിക്കും, ഉറപ്പാണ്. ഒരു 10,000-ന്റെ മേലെ വോട്ടിൽ ജയിക്കും. അല്ലെങ്കിൽ നമ്മളാരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രവർത്തിച്ചിട്ടില്ലേ? ഇപ്പൊ എല്ലാ എക്സിറ്റ് പോളും വന്നതാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഒന്നും ഇല്ല. മംഗലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4000 വോട്ടിന്റെ മേലെ പിടിച്ചാൽ നിങ്ങൾക്ക് 1 അല്ല 2 ആൾക്ക് ടിക്കറ്റ് ഞാൻ കൊണ്ടുപോകും. മംഗലത്ത് അതേപോലെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുപ്രക്കോട് ഞാൻ പറഞ്ഞത് എത്രയെന്നെ വീഡിയോ നോക്കേണ്ടി വരും. അതേപോലെ വേറെ എവിടെ പറഞ്ഞിട്ട് ചിലർക്ക് പറയണ്ടാകാം. തുപ്രക്കോട് 2000 കാണിക്കുന്നു. 2000-ന്റെ മേലങ്ങൾ പിടിച്ചാൽ, തുപ്രക്കോട് 2000-ന്റെ മേലെ പിടിച്ചാൽ ഉറപ്പാണ്. തുപ്രക്കോട് 2000 2000-ന്റെ മേലെ പിടിച്ചാൽ നിങ്ങൾക്ക് 2 ആൾക്ക് പോരാ. ഇനിയിപ്പോ അതിന് കേസെടുക്കാനൊന്നും പറ്റില്ല. സമയം കഴിഞ്ഞു, എക്സിറ്റ് പോൾ വന്നു. അപ്പൊ അതുകൊണ്ട് 6 മണി കഴിഞ്ഞപ്പോ എക്സിറ്റ് പോൾ വന്നല്ലോ. അപ്പൊ ഞാൻ ദുബായിലേക്ക് ഞാൻ 5 മണിക്കാണ്, 5 മണിക്കോടെ 6:30 മണിക്കാണ് എക്സിറ്റ് പോളിന്റെ ന്യൂസ് വന്നത്. അപ്പോ നമ്മളൊക്കെ ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ. യൂത്ത് ലീഗിന്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നിങ്ങൾ വൈറ്റ് കാർഡ് നല്ല ഉഷാറായിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ വൈറ്റുകാര് പ്രവർത്തിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട് ദുരന്തത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിൽ വൈറ്റ് ഗാർഡിന്റെ കൂടെ ഒരു ഗാർഡ് കൂടി ഉണ്ടായിരുന്നു, അതായിരുന്നു PTH. ആ PTH ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ PTH നിങ്ങൾ അടിയന്തരമായിട്ട് രൂപീകരിക്കണം. അതിന് യൂത്ത് ലീഗുകാർ ഇറങ്ങിയാലേ നടക്കുള്ളൂ. യൂത്ത് ലീഗും MSF ഇറങ്ങണം, ജവാന്മാരിറങ്ങണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കാനും നിർദ്ദേശിക്കാനും പ്രവർത്തനം കൊണ്ടിറക്കുന്നത് യൂത്ത് ലീഗിലെ. അതല്ലേ ശ്രമിച്ചു പറഞ്ഞത്. യൂത്ത് ലീഗ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗാണ്. മറ്റേ നിർദ്ദേശിക്കാനും ഉപദേശിക്കാനും ഒക്കെയാണ് മുസ്ലിം ലീഗ്. അതേപോലെ തന്നെ MSF ഉണ്ട്, ഇപ്പൊ ബാലലീഗും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ സജീവമാണ്. SSLC പരീക്ഷ, +2 പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന നമ്മള് കുട്ടികൾ, ആ കുട്ടികളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ആദരിക്കുകയും എന്തെങ്കിലും അവാർഡൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഏഴയ്ക്കാണ്. ഇപ്പൊ എന്റെ മകളൊക്കെ PhD എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നാളെ ഇലക്ഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ എന്റെ കുടുംബങ്ങൾ ഒന്നാകുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ 3 പെൺകുട്ടികൾ, എന്റെ ഒരു ആൺകുട്ടി, എന്റെ ഭാര്യ അടക്കം ഇറങ്ങി അവളെ രാജ്യത്ത് ഭാര്യ ഓളെ രാജ്യത്തോട് പറഞ്ഞു. അതൊന്നും ഒരു നാണക്കേടല്ല, അതിലൊന്നും ഒരു നാണക്കേടുമില്ല. അതൊന്നും ഇറങ്ങുന്നതുകൊണ്ടു നമ്മൾക്ക് സ്ത്രീകൾക്ക് ചില മര്യാദകളും ചില നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരിക്കണമെന്ന് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്താ? എവിടെയും പോകാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. ഏത് കോടതിയിലും കയറാം, ഏത് ജഡ്ജിയും ആവാം, ഏത് വക്കീലും ആവാം, ഒക്കെ ആവാം. വക്കീലാകുമ്പോ ഒരു കാര്യമുണ്ട്, കള്ളം എല്ലാം പറയുന്നുണ്ട്. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ജോയി കള്ളം പറയുന്നല്ലേ ഞാൻ പറയുന്നുണ്ടോ? ജോയി വക്കീലാവണം. കാരണം വക്കീൽ നമ്മളെ ആളുകൾ വക്കീലും കൂടി ആവട്ടെ. നമുക്കും നിയമം അറിയണ്ടേ, നിയമം പഠിക്കണ്ടേ. ജോയി വക്കീൽ പണ്ട് പോണില്ലാന്നാ തോന്നുന്നത്. പോയിട്ടില്ലാലോ. ചിലരൊക്കെ പഠിച്ചാലും വക്കീൽ പണിക്ക് അങ്ങനെ പോകാറില്ല. കാരണം എന്താ വെച്ചാല് അവിടെ ചെന്നാലും ന്യായത്തിനനുസരിച്ച് സംസാരിക്കണം. ഏതായാലും ജോയി ഇവിടുന്ന് MLA ആവുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അത് ഉണ്ടാവും, ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രാർത്ഥിച്ചോളി. പിന്നെ ഇപ്പൊ ക്ലാസ് ഉണ്ടായിരുന്ന BLOമാർക്കൊക്കെ, കൗണ്ടിങ്ങിന്റെ പോണവർക്ക് ഒക്കെ ചില തിരുമറിയൊക്കെ ചെയ്യും. ജോയിന്റെ കടലാസിൽ 600 ഇക്കാരം, മറ്റേ കടലാസിൽ 400 ഇക്കാരം എഴുതിയിരിക്കുന്നത് അതങ്ങോട്ട് മാറ്റിട്ട് നോക്കും. അത് പേര് മാറ്റിട്ട് നോക്കാം. അതേപോലെ ചെറിയ ചെറിയ കളത്രങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടുതലും മാർക്കിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളേക്കാണ്. പക്ഷെ മാർക്കിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും ഇപ്പൊ അതൊക്കെ വിട്ടിക്കിടും. ഇപ്പോ ഇന്നലെ ആരോടൊക്കെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിരുന്നത്, 2 സഖാക്കള് എല്ലാവരും ജലീല് ജയിക്കുമെന്ന് ഞങ്ങളോടും പറയുന്നുണ്ടല്ലോ. എല്ലാവരോടും പറയുന്നുണ്ടല്ലോ ജയിക്കും, എല്ലാവരോടും പറയുന്നോ ജയിക്കും. ഓനിപ്പോ ഈ 4-ാം തീയതി ഒരു 10 മണി വരെയൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പറയില്ല. ഷെരീഫ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നെട്ടിപ്പറ്റി സംസാരിക്കുന്നില്ല. വളരെ നല്ല ഒരു ഉന്മേഷത്തോടു കൂടെ ഉള്ള ഒരു യൂത്ത് ലീഗാണ് തവനൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ യാതിയിൽ നിങ്ങളെ പ്രവർത്തനം എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രാവശ്യം ഇലക്ഷനിലൊക്കെ വളരെ സജീവമായിരുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരാളെ വിളിച്ചില്ല, ഒരാൾ പറഞ്ഞില്ലാത്തതൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് പാണേക്കാട് തങ്ങളോട് വലിച്ച വെറുപ്പുണ്ടെങ്കിൽ മാത്രം മാറിയിരുന്നാൽ മതി, അല്ലെങ്കിൽ ആരും മാറിയിരിക്കണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയില്ല. നമ്മൾ എത്ര സജീവമാണ് അത്രത്തോളം സജീവമാണ്. എത്രണ്ട് ബേക്കോട്ട് പോണേ അത്രണ്ട് ബേക്കോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പിന്നാക്കം പോകരുത്, മുമ്പാകട്ടെ, മുന്നോട്ട് തന്നെ വരണം. നിങ്ങളെല്ലാവരും കൂടി ഈ തവനൂർ മണ്ഡലത്തില് എനിക്ക് തോന്നുന്നത് എത്ര ആളായിട്ടുണ്ടാവും ഇപ്പൊ റേഷറില്ലേ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു 300 ആളുണ്ടാവില്ലേ? 10-300 ആണ്. 200 മേലെ ഏതായാലും. അപ്പൊ ഇത്രയും ആളുകൾ നിങ്ങൾ ഈ മണ്ഡലത്തില് 7 പഞ്ചായത്തിൽ ഇറങ്ങിയാൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അട്ടിമറി വിജയം ഉണ്ടാക്കണം? എന്താ നിങ്ങൾ പറയണേ? എനിക്ക് തോന്നുന്നു ഞാനൊരാള് പ്രവർത്തിച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോലളമ്പിലൊക്കെ ചെന്നപ്പോ ഇന്ന് ജോയി അവിടെ കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റിയത്. ജോയി വിചാരിക്കണ്ട, ജോയി വന്നു അതോട്ടല്ല ഉണ്ടായത്. ഞാൻ അവിടെ ഇറങ്ങി വീടുകളിൽ നടന്നു. BJP-ക്കാരടക്കം ജലീലിന്റെ ഫോട്ടോ പതിച്ച ബൈക്കുകാർ വന്നിട്ട് ആ ഫോട്ടോ ചീന്തിട്ട് എന്നിട്ട് സംസാരിച്ചതിന്റെ ശേഷം എന്നിട്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്യണം.
STPIക്കാർ അവർ STPI രാജിവെച്ചടുത്ത് ജയിലിൽ വരാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ അതിന്റെ മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിന്റെ ഇടയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണ്. ആ പ്രവർത്തനത്തിൽ നമ്മൾ പരാജയപ്പെടില്ല, ഒരിക്കലും പരാജയപ്പെടില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉറപ്പില്ല നമ്മൾ ജയിക്കുന്നു. ആർക്കെങ്കിലും ഉറപ്പില്ലാത്തവരുണ്ടോ? ഒരു 10,000 വോട്ടിലേക്ക് നമ്മൾ ജയിക്കൂലേ? എന്താ അപ്പൊ അതുകൊണ്ട് ആരും ബേജാറ് വിചാരിക്കണ്ട. മറ്റന്നാൾ 10 മണിക്ക് ശേഷം ഒരു ഗംഭീരമായ പരിപാടികൾ നമ്മളൊക്കെ നടത്തും ഇൻഷാ അല്ലാഹ്. അതിനെപ്പാട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനത എവിടെയെങ്കിലും ഉണ്ടാവുക വേണ്ടേ? അതുണ്ടായിട്ടില്ല. എല്ലാവരും പ്രവർത്തിച്ചു, എല്ലാവരും ഫുൾ ടൈം ആയിരുന്നു. ഇബ്രാഹിം മൂന്നൂര് കുറച്ച് സമയം ഉണ്ടായില്ല, അവനെ മക്കത്ത് പോയി കുടുങ്ങിയത്, അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും വലിയൊരു കാര്യമാണ്. ഏതായാലും നല്ല എല്ലാവരും ഒന്നടക്കമുള്ള ഒന്നിനൊന്ന് മെച്ചമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. അതിന്റെ ഫലം തന്നെയാണ് നമ്മൾക്ക് കാണും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങൾ യൂത്ത് ലീഗിന്റെ നല്ല പരിപാടിയായിട്ടുണ്ട്, ഗംഭീര പരിപാടിയായിട്ടുണ്ട്. ഇത്തരം പരിപാടികൾ നടത്താനും അതേപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SLCക്കും +2നും ഒക്കെ പാസ്സാവുന്ന, ഡിഗ്രിക്ക് പാസ്സാവുന്ന, വലിയ ഡിഗ്രിക്കൊക്കെ പാസ്സാകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളൊരു കാര്യം നോക്കേണ്ടത്, നമ്മളിൽ നിന്ന് ഈ ഇതായിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ MSFലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ പോലെ ഡിഗ്രിക്കാണ്ട് പോയാൽ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ഭാഗത്ത് മുൻകര അതർ സ്റ്റേറ്റിൽ പോയി അല്ലെങ്കിൽ അതർ കൺട്രീസിൽ പോയി അല്ലെങ്കിൽ അതർ ഡിസ്ട്രിക്റ്റിലേക്ക് പോയി ഒക്കെ നമ്മളുമായിട്ട് വിട്ടു. പിന്നെ 5 കൊല്ലോ 6 കൊല്ലോ കഴിഞ്ഞിട്ടാ വരിക. അപ്പൊ ഈ വരുമ്പോ പിന്നെ ഒരു നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാതെ. അപ്പൊ അതിന് അത്തരം കുട്ടികളെ ആരൊക്കെ നമ്മളെ മണ്ഡലത്തിൽ പഠിക്കുന്നുണ്ട്